ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്താണ്. കുർദിസ്ഥാനിൽ എർബിൽ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റിയിലാണ് ഞാനുള്ളത് ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടറിൻ്റെ ഒരു ചെറിയ പ്രശ്നം തീർക്കാനാണ്. അവർക്കൊരു ഇമേജ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അതായത് സ്ക്രീനിലൊരു ഡെഡ് പിക്സൽ, അതായത് ഒരു കുത്തു പോലെ കാണാൻ പറ്റും. ലേസർ പ്രൊജക്ടറുകളാണ് ഇത് കൂടുതലും വരച്ചാൽ, ലാമ്പ് പ്രൊജക്ടറുള്ളത് വരാറില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കാനും അതെന്താ പ്രോബ്ലം എന്ന് അന്വേഷിക്കാനും പിന്നെ അതൊന്നൊരു ആനുവൽ മെയിൻ്റനൻസ് നടത്താനുമുണ്ട്. ഈ പ്രൊജക്ടർ കുറേ നാളുകൊണ്ട് തൊട്ടായിരുന്നില്ല. അപ്പോൾ മെയിൻ്റനൻസും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ എവിടേക്കാണ് മെയിൻ്റനൻസ് നടത്തുന്നത്. സാധാരണ ഒരു പ്രൊജക്ടറിൽ നമ്മൾ എവിടേക്കാണ് മെയിൻ്റനൻസ് നടത്തുന്നത്, എന്തൊക്കെയാണ് ഒരു പ്രൊജക്ടറിൻ്റെ ഉള്ളിലുള്ള നമുക്ക് അറിയാവുന്ന ബേസിക് കോമ്പോണൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഇത് ഒരു സിനിമാ തിയേറ്റർ അല്ല ഇത്. എന്നാൽ സിനിമാ തിയേറ്ററിൻ്റെ സെറ്റപ്പാണ് ഇത് ശരിക്കും. നമ്മളിവിടെ പ്ലേ ചെയ്യുന്നതൊക്കെ DCP KDM ഒക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതൊരു സെലിബ്രിറ്റിയുടെ വീടല്ല, ഇത് ഓഫീസാണ് അവരുടെ. അപ്പോൾ കുർദിസ്ഥാനിലുള്ള ഒരു പോപ്പുലർ സിനിമാ താരത്തിൻ്റെ, അദ്ദേഹം TV പ്രസൻറ്ററാണ്, സിനിമാ താരമാണ്, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ലീഡറാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ആളുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞ പ്രൊജക്ടറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സമുച്ചയമാണ്. ഇതിനകത്തുള്ള തിയേറ്ററാണ് ഇത്. അത്യാവശ്യം ഒരു 100-200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്ററാണ്. അപ്പോൾ 37 ലൂമിനസിൻ്റെ പ്രൊജക്ടറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, ലേസർ പ്രൊജക്ടർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാമല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് അതിൽ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ള വെച്ചാൽ, ഈ യൂട്യൂബിൽ കൂടുതലും ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറും സിനിമാ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറും തമ്മിൽ എന്താ പ്രധാന വ്യത്യാസം ആൾക്ക് ചോദിക്കണേ. കാരണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ തിയേറ്ററിനെ പറ്റി ഒന്നും അറിയാത്ത, കൊമേഴ്ഷ്യൽ തിയേറ്ററിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ ചോദിക്കും നമുക്ക് ഹോം സിനിമയുടെ പ്രൊജക്ടർ ഉപയോഗിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. ഇതിൽ എന്താ വെച്ചാൽ DCI എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡിജിറ്റൽ സിനിമ ഇനീഷ്യേറ്റീവ് എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ തന്നെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ പിടിച്ചിരുന്ന സമയത്ത്, ഈ പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പല രാജ്യങ്ങളിലും കൊടുക്കണമല്ലോ പടം. അപ്പോൾ സിനിമ എടുക്കുന്നതിനൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. അതായത് സിനിമ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പാടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്നില്ല. ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചാൽ, മുമ്പ് ഫിലിമാകുമ്പോൾ പ്രശ്നമില്ല, ഫിലിമെല്ലാം 70mm 35mm എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ വന്നിരുന്നത്. ഡിജിറ്റലിലേക്ക് വരുമ്പോൾ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ അവിടുത്തെ നമ്മുടെ യൂണിവേഴ്സൽ പ്രൊഡക്ഷൻസ് കമ്പനീസ് ഉണ്ടല്ലോ, അതായത് അമേരിക്കയിലൊക്കെയുള്ള ഹോളിവുഡ് പടങ്ങളൊക്കെ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം കൂടി ചേർന്ന് അവരൊക്കെ കൂടുതലും ചെയ്യണത്, അവർ പുറത്ത് സ്റ്റുഡിയോകളിലൊന്നും പോയില്ല. ആ പ്രൊഡക്ഷൻ ഹൗസിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു, ഇനി മുതൽ സിനിമ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് സിനിമ എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലോകത്തെ എല്ലായിടത്തും ഇപ്പോൾ അതേ സ്റ്റാൻഡേർഡിലുള്ള പ്രൊജക്ടർ ഇറക്കിയാൽ മതി, അതേ സ്പെക്കിലുള്ള പ്രൊജക്ടർ ഇറക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഡിജിറ്റൽ സിനിമ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നവർ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള സിനിമ അതേസമയം അമേരിക്കയിൽ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ അത് സെയിം ഡേ റിലീസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഹോളിവുഡ് പടമാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിൻ്റെ സിനിമയാണെങ്കിലും ഈ DCI സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഈ DCP മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ DCP ഫയൽ സെക്യൂരിറ്റി KDM പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ അടുത്ത് പറയേണ്ട. അപ്പോൾ ഇതുകൊണ്ട് അമേരിക്കയിലുള്ള അതേ തിയേറ്ററിൻ്റെ ബേസിക് സ്പെക്കായിരിക്കും ഇന്ത്യയിലിരിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ബ്രാൻഡ് ഇറക്കുന്ന പ്രൊജക്ടർ ആ സ്പെക്കിലായിരിക്കും. സ്പെക്കെന്ന് ഉദ്ദേശിക്കുന്നത് ആ ടെക്നോളജി അതായിരിക്കും. അപ്പോൾ ഹോം സിനിമയിൽ ഉപയോഗിക്കുന്ന വ്യത്യാസം വേറെ ടെക്നോളജിയാണ്. ഹോം സിനിമയിൽ നമുക്ക് പലതരം വാല്യൂസ് ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റും. അതായത് HDMI നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആ പ്രൊജക്ടറിനകത്തുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പ്ലേ ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ USB വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ USB കൊണ്ടുവരുന്ന കണ്ടന്റ് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വാരിയസ് ഇൻപുട്ടുകൾ ഉള്ളതുകൊണ്ട് ഹോം സിനിമയുടെ ടെക്നോളജി വ്യത്യാസമുണ്ട്, സിനിമാ തിയേറ്ററിൻ്റെ ടെക്നോളജി വ്യത്യാസമുണ്ട്. സിനിമാ തിയേറ്ററിൽ വാരിയസ് ഇൻപുട്ടുകളൊന്നുമില്ല, ഒരൊറ്റ ഇൻപുട്ടുള്ളൂ. അതായത് സിനിമ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് DCP എന്ന് പറഞ്ഞ ഫോർമാറ്റില്ല, ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്നാണ് അതിന് വിളിക്കുക. അത് കിട്ടുമ്പോൾ ലോക്ക്ഡ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി ഇതിൻ്റെ പാർട്ട്ണറോ, ഈ കണ്ടന്റ് ഡെലിവറി പാർട്ട്ണറോ, അതിനൊരു സ്റ്റുഡിയോ, നമ്മുടെ പണ്ട് കാലത്തെ ലാബ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമുക്കൊരു കോഡ് ഇഷ്യൂ ചെയ്ത് തരും. ആ കോഡ് നമ്മുടെ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യാനായിട്ട്, കോഡ് എന്ന് പറഞ്ഞാൽ ഒരു XML ഫയലാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ കോഡുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ സാധനം ഇവിടേക്ക് അയക്കുമ്പോൾ ഈ പ്രൊജക്ടറിനകത്ത് അവരൊരു സിനിമ സെർവർ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ മീഡിയ പ്ലെയറിനെയാണ് സിനിമ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്, പ്ലേ ചെയ്യുന്ന പ്ലെയറിനെയാണ് സിനിമ പ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ സീരിയൽ നമ്പറിലായിരിക്കും ഇവർ KD ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അത് രണ്ടും കൂടി മാച്ച് ആകുമ്പോഴാണ് ഈ കണ്ടന്റ് ഓപ്പൺ ആവുന്നത്. ഇത് എത്ര നാളത്തേക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ KD നമുക്ക് എത്ര നാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വീക്കിലി KD തരിക. ഒരു സിനിമ റിലീസായ 7 ദിവസത്തേക്കാണ് KD തരിക.
അടുത്ത പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ ശേഷം പിന്നത്തെ 70 തരും. അങ്ങനെയൊക്കെയാണ് നാട്ടിൽ. ഇന്ന് ഫോറിൻ കൺട്രിയിൽ അങ്ങനെയല്ല. ഒരു വലിയ പടമൊക്കെ റിലീസ്, ഇപ്പോൾ മിഷൻ ഇമ്പോസിബിളൊക്കെ റിലീസ് ആവുകയാണെങ്കിൽ ഒരു 2 മാസത്തെ KD തരും. 60 ഡേയ്സ് KD ആണ്. ആ പടം 60 ദിവസം കളിക്കുന്നത് കൺഫേംഡ് ആണ്. അപ്പോൾ KD നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. അത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞനുസരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ കണ്ടന്റ് പ്രൊവൈഡർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പറയാണ് ഇന്ന തിയേറ്ററിന് 7 ദിവസത്തേക്ക് കൊടുത്താൽ മതി, 7 ദിവസം, 10 ദിവസത്തേക്ക് കൊടുക്കണമെന്നാൽ 10 ദിവസം. അപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇതുണ്ടാവും സമയം. ഇപ്പോൾ നമ്മളിപ്പോൾ 7-ാം തീയതി രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവുന്നു, അതുമാതിരി നെക്സ്റ്റ് 14-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ആവുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കുക. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് സിനിമ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ്. DCI സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൊജക്ടറാണ്. ഇത് ബാർക്കോൻ്റെ DP4K എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ പെട്ട പ്രൊജക്ടറാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ SP4K എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു പെട്ടി പോലത്തെ, ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പഴയതാണ്. ഇത് DP4Kയുടെ 37B+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറുകൾ കാണാനായിട്ട് ഒരുപോലെ ഇരിക്കും. ഇപ്പോൾ 37 എടുത്താലും അല്ലെങ്കിൽ 15 എടുത്താലും 10 എടുത്താലും ഒക്കെ കാണാൻ ഇതുപോലെ ഇരിക്കും. പ്രൊജക്ടറിന് ഒരേ വലുപ്പമൊക്കെയാണ്. ചിലപ്പോൾ വല്ലാണ്ട് വലിയ ലാർജ് പ്രൊജക്ടറിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ വലുപ്പം കൂടുന്നത്. അല്ലെങ്കിൽ ഒരുവിധം പ്രൊജക്ടറുകളൊക്കെ കാണാൻ ഏതായാലും ഇത്രയും വലുപ്പമായിരിക്കും ബാർക്കോൻ്റെ. ഇപ്പോൾ 37B ആണ്. ഇപ്പോൾ ഇതിൻ്റെ ചെറുതിലേക്ക് മോഡലൊക്കെ ഉണ്ട്. 12 ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട്, 24, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ 37B അധികം ആൾക്കാർ നമ്മുടെ നാട്ടിലധികം ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഉണ്ടെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ കുറച്ച് പഴയ മോഡലാണ്. അതായത് ഇത് ഇപ്പം ഇറങ്ങുന്നില്ല. ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഇത് സെനോൻ ലാമ്പിൻ്റെ പ്രൊജക്ടറായിരുന്നു. സെനോൻ ലാമ്പ് വെച്ചിട്ടുള്ള പ്രൊജക്ടറായിരുന്നു. ഇത് ഞാൻ തന്നെയാണ് ഇവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്താണ് ഇത് അപ്ഗ്രേഡ് ചെയ്തവർക്ക്. ഇത് ഞാൻ RGB ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ദുബായിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ IK ചെയ്തവർക്ക് ഇവിടേക്ക്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സെനൻ ലാമ്പ് ബൾബിരുന്നേറുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല. ബൾബിരുന്നേറുന്ന സെനൻ ലാമ്പ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്തുള്ള നമ്മളുടെ ഗ്ലോബും സാധനങ്ങളൊക്കെ ഊരി എടുത്തിട്ട്, ഗ്ലോബ് എന്നൊക്കെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, റിഫ്ലക്ടർ. ഈ ലൈറ്റ് കത്തുമ്പോൾ അതിനുള്ള പ്രകാശം ഒരു ഇതിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ വെളിച്ചം സ്ക്രീനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ട് ഇപ്പോൾ അതിന് പകരം വേറെ കോമ്പണൻസ് ഒക്കെയാണ് ഇത് ഫിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്ടർ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ, അതായത് ബേസിക് സർവീസാണ് ഇത്. നമ്മൾ നിങ്ങളുടെ സ്ഥലത്തെ വെതർ അനുസരിച്ച്, അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾ ഈജിപ്തിലൊക്കെയാണ് പ്രൊജക്ടർ ഉപയോഗിക്കണതിൻ്റെ അവിടെ ഡസ്റ്റ് ഭയങ്കര കൂടുതലാണ്, പൊടിശല്യം ഭയങ്കര കൂടുതലായതുകൊണ്ട് അവിടെ നമ്മളത് ഫ്രീക്വൻ്റ്ലി 1 വീക്ക് 2 വീക്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറയും. പ്രൊജക്ടറിനകത്തുള്ള വാർണിംഗ് അനുസരിച്ചിട്ട് ഒരു പ്രൊജക്ടർ ഇത്ര മണിക്കൂർ ഓടിയാലാണ് അത് സർവീസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വാർണിംഗ് പ്രൊജക്ടറിനകത്ത് വരും. പക്ഷേ അത് നമ്മൾ നോക്കണമെന്നില്ല. ഡസ്റ്റ് ഉള്ളി വല്ലാണ്ട് കയറുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പറ്റും. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 2 മാസത്തിലൊക്കെ ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ അത് നമ്മൾ പ്രൊജക്ടർ അവിടെ വെച്ചിരിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പ്രൊജക്ടർ ക്യാബിൻ്റെ അകത്തേക്ക് എത്രത്തോളം പൊടി കിടക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പൊടി കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെറൈനിലൊക്കെ നമ്മൾ എവിടെ എങ്ങനെ സീൽ ചെയ്ത് വെച്ചാലും എൻ്റെ ഈ പൊടി കിടക്കും. കാരണം അത് അവിടുത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ്. നേരെ വെച്ച് ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കെനിയ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഈ പ്രശ്നം വരുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പൊടി ശല്യമല്ല, അവിടെ ഈ മോയ്സ്ചർ വരും. അവിടുത്തെ കാലാവസ്ഥ മഴയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ പ്രൊജക്ടറിൻ്റെ കോമ്പണൻസിൽ വെള്ളത്തുള്ളിൽ വന്നിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, പ്രൊജക്ടർ ഓഫ് ചെയ്യേണ്ടെന്ന് പറയും. ഇതിൻ്റെ ഇത് മാത്രം ലേസർ മാത്രം ഓഫ് ചെയ്തിട്ട് പ്രൊജക്ടർ ലിമിറ്റ് ഓൺ ഇട്ട് വയ്ക്കുക. അപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ പ്രൊജക്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട്, വലിയ കറണ്ടൊന്നും പോകില്ല, സ്റ്റാൻഡ് ബൈ മോഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിലും പല ടൈപ്പ് എക്സസൈസുകളാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പ്രൊജക്ടറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്തൊക്കെയാണ് ഒരു പ്രൊജക്ടറിൻ്റെ സർവീസിന് നമ്മൾ ബേസിക്കലി ചെയ്യുക എന്നുള്ളതാണ് ഞാനിതിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബേസിക്കലി ഈ പ്രൊജക്ടറുകൾക്ക് നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഇവിടെ മെയിൻ ഫിൽറ്റർ ഒരെണ്ണം വരുന്നുണ്ട്, ഇതിനകത്ത് ലേസറിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അപ്പുറത്തേക്കുള്ള വേറെ 2 ഫിൽറ്റർ വരുന്നുണ്ട്. അങ്ങനെ 5 ഫിൽറ്ററുകളാണ് പ്രധാനമായിട്ടും ഈ പ്രൊജക്ടറുകൾക്ക് വരുന്നത്. അപ്പോൾ ആ ഫിൽറ്ററുകൾ എവിടേക്കാണെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കാണുന്ന ഇതിൻ്റെ കൺട്രോളിങ് ഓപ്ഷൻസ്, അതായത് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് സ്കോപ്പ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആരും സെലക്ട് ചെയ്യാറില്ല. നമ്മളിത് ഓട്ടോമേറ്റഡിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൊജക്ടർ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരുടെ ഇവിടെ ആരും ഒന്ന് പ്രസ് ചെയ്യാറൊന്നുമില്ല. എന്തായാലും ഞാനൊരു ബേസിക് സംഭവം കാണിച്ചു തരികയാണ്. ഇവിടെ ഷിഫ്റ്റ്, ലെൻസ്, ഫോക്കസ്, സൂം എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കാണാണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ക്ലോസ്ഡ് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ മീഡിയ പ്ലെയർ. അതായത് ഇവിടെ നിന്നാണ് സിനിമ പ്ലേ ചെയ്യുന്നത്. ഇത് ബാർക്കോൻ്റെ തന്നെ ICMP എന്ന് പറഞ്ഞിട്ടുള്ള ICMP-X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, മീഡിയ പ്ലെയറാണ്. ICMP ഇൻ്റർഗ്രേറ്റഡ് സിനിമ മീഡിയ പ്ലെയർ എന്നാണ് ഇതിനെ ഫുള്ളായിട്ട് വിളിക്കുന്നത്. ഇതിലാണ് നമ്മൾ പടങ്ങളൊക്കെ ഇൻജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 3 ഹാർഡ് ഡിസ്കുകളുണ്ട്. ഞാനതിൻ്റെ ക്ലോസ്ഡ് വിഷ്വൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
പ്രൊജക്ടർ കൺട്രോള്, ഇതാണ് നമ്മളുടെ ICMP ഇൻ്റർഗ്രേറ്റഡ് സിനിമ മീഡിയ ബ്ലോക്ക്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഹാർഡ് ഡിസ്കുകളാണ്. 3 ഹാർഡ് ഡിസ്കുകളുണ്ട്. SSD ഹാർഡ് ഡിസ്കുകളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം SSD ഹാർഡ് ഡിസ്ക് ആകുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഓഡിയോ കണക്ടിവിറ്റിയാണ്, ഓഡിയോ ES കണക്ടിവിറ്റിയാണ്. ഇത് 1 to 8, 9 to 16, അതായത് 16 ചാനൽ ഔട്ടാണ് ഇതിനകത്ത് വരുന്നത്. ശരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് 16 ചാനൽ ഔട്ട് എടുത്തിട്ട് അത് പിന്നീട് ഡോൾബി അറ്റ്മോസിലേക്ക് മാറ്റിയാണ് സൗണ്ട് ചെയ്യുന്നത്. ഡോൾബിയുടെ പ്രത്യേക ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തേക്കുള്ള ഇൻപുട്ട് HDMI ഇൻപുട്ടൊക്കെ കൊടുക്കാം. പക്ഷേ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. സിനിമ തിയേറ്ററിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സിനിമ പ്ലേ ചെയ്യാനായിട്ട് HDMI ഇൻപുട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനകത്തേക്ക് നേരിട്ട് നമ്മൾ കണ്ടൻറ്റ് ഇൻജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് 2 തരത്തിൽ നമുക്ക് കണ്ടൻറ്റ് ഇൻജസ്റ്റ് ചെയ്യാം. ഒന്ന്, നമുക്കിവിടെ USB പോർട്ടുകൾ തന്നിട്ടുണ്ട്. ആ USB പോർട്ട് വഴി USB വെർഷൻ 2.0 3.0ൻ്റെയും ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിൽ വരുന്ന പടം നമ്മൾ DCP ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് ഇതിലേക്ക് ഇൻജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. ഞാനിവിടെ ഇവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതും ചെയ്യാൻ പറ്റും. അതല്ല, നമുക്കിവിടെ ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട്. ഹോക്ക്വുഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺലൈൻ DCP ഫെസിലിറ്റി ഉണ്ട്. ക്യൂബ് പോലത്തെ വേറെ സംഭവം. അപ്പോൾ അതിനകത്ത് പടം ഡൗൺലോഡ് ആകുമ്പോൾ അത് FTP എന്ന് പറയും, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ ഇതിനകത്തേക്ക് നമ്മൾ അതിനാണ് ഈ കേബിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇൻ്റർനെറ്റ് കേബിൾ CAT6 എന്ന് പറയും, അതിനെ RJ45, അതിനകത്ത് കൂടെയാണ് ഇതിനകത്തേക്ക് പടം നേരിട്ട് കയറ്റുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് കാര്യമായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. DVI-B ഇതൊക്കെ പഴയ കാലത്തെ സംഭവങ്ങളാണ്, അതൊന്നും ആരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ കാണുന്ന 3D ഇൻ്റർഫേസ്. 3D ഇൻ്റർഫേസ് അറിയാലോ, 3D വെക്കാനാണ് ഇത് 3D ഇരിക്കുന്നത്. HCBL 3D സിസ്റ്റമാണ് ഞാൻ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്ക്. ഇത് HCBL എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ ചൈനയിലുള്ള ഒരു എക്സ്പോയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രൊജക്ടർ മേടിച്ചപ്പോൾ 4 പ്രൊജക്ടർ മേടിച്ചപ്പോൾ പറഞ്ഞാൽ ഫ്രീ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവർക്കത് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കോമ്പണൻ്റ് എന്ന് പറയുന്നത്, ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലധികം കാണാൻ കിട്ടില്ല. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് എക്സോസ് ഫാനാണ്. ശരിക്കും എക്സോസ് ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന എക്സോസ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോക്കറുടെ പോലത്തെ ഒരു പൈപ്പും അത് വേറെ ഫാനിലേക്ക് ഇവിടെ വലിച്ചെടുക്കുന്നത്. ഇത് അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്, അതിൻ്റെ പുതിയ വെർഷനാണ് ബാർക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുള്ളിൽ നിന്ന് ചൂട് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തള്ളും, അത്രേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇത് ശരിക്കും വാഷബിൾ ഫിൽറ്ററാണ്. നമുക്ക് വാഷ് ചെയ്യാൻ വേണമെങ്കിൽ വാഷ് ചെയ്തിട്ട് നേരെ ഉപയോഗിക്കരുത്. വാഷ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഹെയർ ഹീറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഈ മുടിയൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റർ ഉണ്ടല്ലോ, ആ സാധനം വെച്ച് അടിച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പോവും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വാഷിങ് എടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ അടിച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫിൽറ്റർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതുപോലെ തന്നെ ഇടുക. നമ്മളെല്ലാം കൂടി ലാസ്റ്റ് ഒരുമിച്ച് ഇടാറ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് കാണിച്ചു തരികയാണ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഫിൽറ്റർ. ഇതിന് മേലെയും അടിയിലും ലോക്കുണ്ട്, 2 ലോക്കുകളാണുള്ളത്, ഇവിടെയും ഇവിടെയും. ഇതിൽ ശരിക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ടാലും മതി. ഈ 2 ലോക്കുകൾ ഇതിപ്പോൾ സ്ഥിരം ഉയർന്ന കാരണം നമ്മളിതോടെ ടൈറ്റ് ചെയ്തിടാറില്ല, എപ്പോൾ വേണേൽ അഴിക്കുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അടിയിലാണ് മെയിൻ ലോക്കുകൾ ഇടുക. ഈ കേബിളുകളൊന്നും ഊരരുത് കേട്ടോ. ഊരുന്നുണ്ടെങ്കിൽ തന്നെ ഊരിനായിട്ട് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വേണം ഊരാനായിട്ട്, കാരണം തിരിച്ച് ഇത് കണക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. നെക്സ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇപ്പുറത്താണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഇവിടെ വേണ്ടി പിടിച്ച് പ്രസ് ചെയ്താൽ സാധനം പുറത്തേക്ക് വരും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേസറിൻ്റെ കൺട്രോളുകളാണ് കൂടുതലായിട്ട്. ഈ പ്രൊജക്ടർ മേടിക്കുന്ന കാലത്ത്, അതായത് ഇതിൻ്റെ ഫസ്റ്റും ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇവിടെ നമ്മളുടെ ലാമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ സെനൻ ലാമ്പ് ഇരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഊരിയിട്ട് സെനൻ ലാമ്പ് തിരിച്ചു കിടന്ന സ്ഥലമാണ്, അതായത് ലാമ്പ് ഹൗസ് ഇരുന്ന സ്ഥലമാണ്. നമ്മളിത് ഞാൻ പറഞ്ഞു, ഇത് 2021 22 എൻ്റെ ഓർമ്മ. ഇത് നമ്മൾ ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതിൻ്റെ കോമ്പോണൻസ് ആണ് ഇരിക്കുന്നത്. ലേസറിലേക്കുള്ള പവർ കണക്ടിവിറ്റിയും കാര്യങ്ങളും അതിൻ്റെ കൺട്രോളിങ് യൂണിറ്റും സംഭവങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതൊക്കെ ഒറിജിനലാണോ, അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല, എല്ലാം ബാർക്കോടെ സംഭവങ്ങളാണ്. ഞാൻ ബാർക്കോ സർട്ടിഫൈഡ് എഞ്ചിനീയറാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അടുത്ത ഒരു ഡസ്റ്റ് ഫിൽറ്റർ റയർ കവർ, അതായത് ലേസറിൻ്റെ ഡസ്റ്റ് ഫിൽറ്റർ റയർ കവറാണ്. ഇത് ജസ്റ്റ് ഊരിയെടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഊരിയെടുക്കുക. ഇതിനകത്ത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫിൽറ്റർ. ഇത് പൊട്ടിയിരിക്കുകയാണ് ഇതിനകത്ത്. ഈ ഫിൽറ്ററുകൾ പ്രത്യേകിച്ച് ഇത് ദ്രവിക്കും കുറേ നാൾ കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മാറ്റേണ്ടി വരും, ഇത് ഫിൽറ്റർ മാറ്റേണ്ടി വരും. ഇത് ദ്രവിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. ഇത് ഊരിയെടുക്കാൻ പറ്റാൻ നോക്കട്ടെ. ഇതാണ് ഫിൽറ്റർ. ഇത് ദ്രവിച്ചിരിക്കുകയാണ്, കാരണം ഇത് സർവീസ് ചെയ്തിട്ടില്ല അവർ കുറേ നാളായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരും. ഇത് ലോ ക്വാളിറ്റി ഫിൽറ്ററാണ്. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫിൽറ്ററല്ല.
ഇത് രണ്ടാമത് വേറെ ടെക്നീഷ്യൻ വന്ന് കൊടുത്തിട്ടുള്ള ഫിൽറ്ററാണ്. എനിവേ ഇതാണ് ആ ഫിൽറ്റർ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ദ്രവിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇതിൻ്റെ വേറെ പുതിയ ന്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കഴിഞ്ഞാൽ ഇനി 2 ഫിൽറ്റർ കഴിഞ്ഞു. അടുത്ത ഫിൽറ്റർ ഇതിൻ്റെ പിറകിലാണ് വരുന്നത്. അത് അഴിക്കാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ പുറമേയുള്ള കവറുകൾ ടൈറ്റ് ചെയ്തിട്ടും കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ എയർ ഫ്ലോ വരുന്ന സ്ഥലമാണത്. അപ്പോൾ സെക്കൻഡ് ഫിൽറ്ററും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ആൾക്കാർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് പിറകിലോട്ട് പോകാം. പ്രൊജക്റ്റിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. പ്രൊജക്ടർ ഓണാക്കാൻ ഓഫാക്കാനുള്ള സ്വിച്ചാണത്. ക്രിസ്റ്റിക്ക് ഇങ്ങനെ സ്വിച്ചില്ല, ബാർക്കോയ്ക്ക് മാത്രമേ സ്വിച്ച് കൊടുക്കുന്നുള്ളൂ. അത് SP4K ഇല്ല, DP4K പഴയ മോഡൽസിൽ മാത്രമേ ഉള്ളൂ. ഈ വെച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ നേരത്തെ കണ്ട പ്രൊജക്ട് ലേസറിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള മിനി മോണിറ്ററാണ്. ഇതിൻ്റെ ഡീബഗ് മോണിറ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ശരിക്കും ഈ പ്രൊജക്ടറിൻ്റെ കൂടെ ഉള്ള ഒരു സംഭവമല്ല. നമ്മൾ ഇത് ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നൊരു സ്ക്രീനാണിത്. ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാൻ ടെമ്പററി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. കാരണം സാധാരണഗതിയിൽ ഇത് അപ്ഗ്രേഡഡ് മോഡലാണ്. ഇതിൻ്റെ ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞാൽ സെനൻ ലാമ്പാണ്. അവർക്ക് ഇങ്ങനത്തെ ഡിസ്പ്ലേയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കവർ വരാനായിട്ട് നമ്മൾ ഈ സംഭവം അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ട് വയ്ക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെങ്കിലും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. കാരണം ഇതിൻ്റെ വയറയ്ക്ക് അത്ര നീളം കൊടുത്തിട്ടില്ല. ബാക്ക് കവർ മറ്റത് ഊരിയെ പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വിച്ച് കുറച്ച് ഇത് ഊരിയിട്ട് കുറച്ച് ദിവസമായി. ടൈറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിറകിലുള്ള പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫിൽറ്റർ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് LDM എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസുകളാണ്. ലേസറിന് പവർ കൊടുക്കുന്ന അതിൽപ്പെട്ട അതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ടറിൽ. ഇതിലേതിലൊന്ന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ലേസർ ഓൺ ആവില്ല. അപ്പം നമ്മൾ അഴിക്കാൻ പോകുന്ന ഫിൽറ്റർ ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ സ്ക്രൂ ഡ്രൈവറാണ്. കാരണം ഇത് തിരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത് 2 സ്ക്രൂസാണുള്ളത് ഇവിടെ. കുറച്ചും കൂടി ലൂസ് ആവാണ്ട്. ഇത് ഊരിക്കഴിഞ്ഞാൽ ഇവിടെയല്ല ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്, ഇവിടെയാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഇലക്ട്രിക്കൽ കോമ്പൗണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് ക്ലോസ്ഡ് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 3ാമത്തെ ഫിൽറ്റർ. ഇത് കഴിക്കാനായിട്ട് നമ്മൾ ഈ ലൈറ്റ് ഊരിയെടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഊരിയെടുക്കുക, ക്ലീൻ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതിനും ഡസ്റ്റ് ഉണ്ട്. ഇതും ഇപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഡസ്റ്റ് ഉള്ളതാണ്. ഇവിടെ അഴിച്ചിട്ട് കുറച്ച് ആളായത്. ഞാൻ നേരത്തെ പറഞ്ഞ പവർ സ്വിച്ച് വരുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 3rd ഫിൽറ്റർ. ഇതിപ്പോൾ ഞാൻ അഴിക്കാനാണ് ഊരിയെടുക്കുന്നത്. കാരണം അത് അഴിക്കാവുന്ന പണിയാണ്. അപ്പോൾ ഇതിൽ കണ്ടോ ഡസ്റ്റ് കണ്ടോ, ഇത് ക്ലീൻ ചെയ്യണം. അടുത്ത ഫിൽറ്റർ വരുന്നത് അടുത്ത 2 ഫിൽറ്റർ ഒരുമിച്ചാണ് വരുന്നത്. അത് പ്രൊജക്ടറിൻ്റെ ഇടത്തെ വശത്താണ്. നമ്മൾ നേരത്തെ അപ്പുറത്തെ വലത്തെ വശത്തും ബാക്കിലും നമ്മൾ ഊരി. ഇനി ഇവിടെയാണ് നമുക്ക് ഊരാനുള്ളത്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഊരാം. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് എഞ്ചിൻ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതും ഇതുപോലത്തെ നമുക്ക് ഊരിയെടുക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ.
ബാർക്കോ സർവീസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ക്രിസ്റ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാർക്കോ സർവീസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. സോ ഇതിനകത്താണ് നമ്മുടെ ലൈറ്റ് എഞ്ചിൻ ഇരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഊരേണ്ട ഫിൽറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെയാണ്. ഫിൽറ്റർ ഉണ്ടോ? ഇത് ഡസ്റ്റ് ഉണ്ട്. ഒരു ഫിൽറ്റർ ഇവിടെയാണ്. ഇതിലും ഡസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡസ്റ്റ് പോകണ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ശരിക്കും കണ്ണാടി പോലെ ഇപ്പുറത്തേക്ക് കാണണം. കാരണം പ്രൊജക്ടർ പുറത്തുനിന്നുള്ള പൊടി മുഴുവൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ വലിച്ചെടുക്കുമ്പോൾ പൊടികൾ മുഴുവൻ തടയുന്ന ഇവിടെ. കാരണം അതിനുള്ളിലത്തെ കോമ്പൗണ്ട്സിലേക്കൊക്കെ പൊടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ വിഷ്വലിനെ അത് കാര്യമായിട്ട് ബാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊജക്ടറിൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൂളൻ്റാണ്. കൂളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുന്ന കൂളൻ്റ് ഉപയോഗിക്കില്ല, അതേപോലെ സെയിം പരിപാടിയാണത്. അപ്പോൾ ഈ കൂളൻറ്റിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ ആ കൂളിംഗ് ഇതൊഴിക്കണം. നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം, റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അളവ് അറിയാനായിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്യാപ്പ് തുറന്നതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഈ കൂളൻ്റ് ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്കെയിൽ കാണണമല്ലോ, ഇപ്പോൾ എത്ര ഉണ്ടെന്ന കയ്യിൽ കാണിക്കും. ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സ്കെയിൽ കാണണമല്ലോ, എത്ര ml മിനിമം മാക്സിമം എത്ര വേണമെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം ഉണ്ട്, മിനിമത്തിൽ നിൽക്കുന്നുണ്ട്. മിനിമം മതി, മാക്സിമം വേണമെന്നില്ല. ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലിക്വിഡ് കാണാൻ പറ്റും. കാറിൻ്റെ ആ ലിക്വിഡ് പോലെ തന്നെയാണ്, ബ്ലൂ കളറിൽ. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇതിൻ്റെ സപ്ലൈ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചന്മാരെ നമ്മുടെ പ്രൊജക്ടറിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ലെൻസൊക്കെ ക്ലീൻ ചെയ്യുന്നില്ല. ലെൻസ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് നമുക്ക് പൊടിയും തട്ടിയാൽ മതി. എവിടെയൊക്കെ പൊടി കാണും അതൊക്കെ തട്ടിയാൽ സെറ്റാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടൊരു പ്രൊജക്ടർ മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയണത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളർ കാലിബ്രേഷനൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ, അല്ല ഓഡിയോ കാലിബ്രേഷനൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ ചെയ്യാം. എൻ്റെ മെയിൻ്റനൻസിൻ്റെ ഞാൻ കൊടുക്കുന്ന മെയിൻ്റനൻസ് പ്ലാനിൽ കാലിബ്രേഷനും ഓഡിയോ കാലിബ്രേഷനും വീഡിയോ കാലിബ്രേഷനും ഉണ്ട്. ഇനി അത് വേണ്ടാത്തവർക്ക് നോർമൽ മെയിൻ്റനൻസ് മതി, അതും കൊടുക്കാറുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഗൾഫിലൊക്കെ ചെയ്യുമ്പോൾ ഫുൾ പാക്കേജാണ് കൊടുക്കുക. കാരണം പിന്നീട് നാളെ വീണ്ടും അങ്ങോട്ട് പോകാൻ നിൽക്കില്ല. കാരണം ഈ പോയി വരവ് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരൊറ്റ പോക്കിന് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുകിട മെയിൻ്റനൻസ് പരിചയമുള്ള തിയേറ്ററുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുകിട മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കേരളത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല വർക്ക്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സ്ഥലമാണ് കേരളം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രൊജക്ടർ മെയിൻ്റനൻസ് മെയിനായിട്ടുള്ളത്. മെയിൻ പ്രധാന സ്ഥലങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 ഫിൽറ്റേഴ്സിനെ പറ്റി പറഞ്ഞു, കൂളൻ്റ് ലിക്വിഡ് റീഫിൽ ചെയ്യേണ്ട സ്ഥലം കാണിച്ചു തന്നു. ഇതൊക്കെ തന്നെ ഇതൊക്കെ നിങ്ങൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ പ്രൊജക്ടർ 10 വർഷമോ 12 വർഷമോ 15 വർഷമോ ഓടും. 10 വർഷം ഗ്യാരണ്ടീഡാണ്. ഞാൻ ഗ്യാരണ്ടി. ബാർക്കോൻ്റെ പ്രൊജക്ടർ ആണെങ്കിൽ 10 വർഷം ഓടുന്നുള്ള സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ ക്യൂബും UFO ഇവരെ അണ്ടറിലായതുകൊണ്ട് അവർക്ക് തോന്നണ പോലെയൊക്കെ അവർ സർവീസ് ചെയ്യുള്ളൂ. അവരുടെ സർവീസൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുക്കാൽ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അറിയില്ല. വെറുതെ വന്ന് പട്ടി ഷോ കാണിക്കൽ മാത്രമേ ഉള്ളൂ. ഇതാരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എൻ്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഈ വീഡിയോ കൂടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ ആളാണെന്നോ അവർ പൊട്ടന്മാരാണെന്നോ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ എക്സ്പീരിയൻസുകളുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള അവന്മാർക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. വെറുതെ കുറഞ്ഞ ഷോ ഓഫ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചുറ്റുപാടും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളായിട്ട് ഞാൻ പോണു. ഇതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ടാണ് ഇപ്പം എനിക്ക് അടുപ്പിച്ച് കുറേ പ്രോജക്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. കാരണം വീഡിയോ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു എഫേർട്ട് തന്നെ എടുക്കണം. അതിനുവേണ്ടി ഷൂട്ട് ചെയ്യണം, അതിനുവേണ്ടി എഡിറ്റ് ചെയ്യാതിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറേ സമയം പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല വീഡിയോയിൽ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിനൊന്നും വലിയ ലാഭമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ടെന്നുള്ളൂ. റീൽസുകളൊക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യത്തിന്. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഈ ടെക്നോളജി പരമല്ലാതെ എൻ്റെ കുടുംബപരമായുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാം കൂടിയുള്ള കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.